Good morning. Welcome to today's English class. So now we are dealing with unit number 2, Tales and Tunes. So we have already completed one poetry and so many stories and its activities. And in the last class, I have given 2 or 3 homeworks. Hope you all completed the homeworks. Could you find out the limericks? ലിമറിക്കുകൾ എഴുതാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഓൾ ആൻഡ് ദ പുസിക്കാറ്റ് ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ സാധിച്ചോ? Hope you all did it. So today's class we are moving to a new lesson, a new story. The title of the story is The Song of Songs by Swapna Datta. Swapna Datta, she is an Indian English writer and she is based on New Delhi. She is a profile writer and a translator. And she wrote many stories for children and she is an excellent storyteller too. കഥകൾ പറയാനും കൂടി ഇഷ്ടമുള്ള ഒരു കഥാകാരിയാണ് സ്വപ്ന ദത്ത. അവർ ഒരുപാട് കഥകൾ കുട്ടികൾക്കായി എഴുതിയിട്ടുണ്ട്. So in this class, in this lesson, a story is happening between Emperor Akbar and Tansin. അക്ബർ ചക്രവർത്തിയുടെയും ടാൻസിന്റെയും ഇടയിൽ നടക്കുന്ന ചെറിയൊരു സംഭവ കഥയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. What do you think about music? Do you love music? നിങ്ങൾക്ക് എല്ലാവർക്കും മ്യൂസിക് ഇഷ്ടമല്ലേ? What type of music do you love most? ഏത് തരത്തിലുള്ള മ്യൂസിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഫാസ്റ്റ് നമ്പേഴ്സ്, മെലഡീസ്, സാഡ് സോങ്സ്, romantic songs? So there are many types of songs, isn't it? ഒരുപാട് തരത്തിലുള്ള സോങ്ങുകളുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏത് സോങ്ങിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നിങ്ങളുടെ ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. മെനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ടു. ഈ മ്യൂസിക്കിന് അല്ലെങ്കിൽ ഒരു സംഗീതത്തിന് കൂടുതൽ ഭാവം പകരാൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലേ? തബല, മൃദംഗം, ചെണ്ട, അങ്ങനെ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലേ? സോ ലെറ്റ്സ് ലിസൺ എ സ്മോൾ വീഡിയോ ഓൺ മ്യൂസിക്. Let's watch it and we can come back to our class. Okay, how was the music? Hope you all enjoyed it. So, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഈ സംഗീതമാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കണം, ഒരു പഠിക്കണമെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഇതേപോലെ നമ്മൾ സ്കൂളിൽ യൂണിഫോം ഇട്ട് പോയി ഇരിക്കുകയാണോ ചെയ്തിരുന്നത്? വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ടീച്ചർ ചോദിക്കുന്നത് കേട്ടോ. ഗുരുകുല സമ്പ്രദായം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഗുരുകുല സമ്പ്രദായം? ഈ ചിത്രം നോക്കൂ. ഒരു ഗുരുവും അതിന് ചുറ്റും ഒരുപാട് കുട്ടികളും ഇരിക്കുന്നു. അത് ഗുരുവിന്റെ വീട് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഗുരുവിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന രീതിയാണ് ഗുരുകുല വിദ്യാഭ്യാസം. 1 വർഷത്തോളമോ 2 3 വർഷത്തോളമോ ഒക്കെ ഗുരുവിന്റെ വീട്ടിൽ ഗുരുവിന്റെ ദാസനായി നിന്നുകൊണ്ട് ഗുരു പറയുന്ന ജോലികളെല്ലാം ചെയ്തു തീർത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന രീതിയാണ് പണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ തുറന്നു പോയിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ സ്കൂളിലുള്ള പഠന രീതിയൊക്കെ അറിയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കും നമ്മുടെ ഈ കഥ നമ്മളെ എത്തിക്കൊണ്ടുപോകുന്നു. അപ്പോൾ മ്യൂസിക്കിനും അതേപോലെ സിംപ്ലിസിറ്റിക്കും ഒരുപാട് പ്രാധാന്യമുള്ള നമ്മുടെ സോങ്സ് ഓഫ് ദി സോങ്സ് എന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് കടന്നാലോ? സോ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 49, The Song of Songs. Listen while I am reading. Look into your own textbook. Take a pencil always with you. If you felt any word difficulty, I will explain it for you, and you have to write the meaning of such words just above those words.
ഇതെല്ലാ ക്ലാസ്സിലും ടീച്ചർ പറഞ്ഞുള്ളതാണ്. ക്ലാസ് കേൾക്കുമ്പോൾ എപ്പോഴും ഒരു പെൻസിൽ കയ്യിൽ ഉണ്ടായിരുന്നോട്ടെ. ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ മുമ്പിൽ അതൊന്ന് എഴുതി വെക്കുകയും കൂടി വേണം. അതേപോലെ ഈ യൂണിറ്റിന്റെ ഗ്ലോസറിയും ഈ പാഠഭാഗങ്ങളൊപ്പം തന്നെ പഠിച്ചു പോകണം. ഈ സോങ് ഓഫ് ദി സോങ്സ് ലെസന്റെ മറ്റൊരു പ്രത്യേകത ഒരുപാട് ഡിഫിക്കൽട്ട് വേർഡ്സ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ അടിയിൽ വരച്ച് നമ്മുടെ ഗ്ലോസറിൽ ഒരുപാട് വാക്കുകൾ തന്നിട്ടുണ്ട്. അതും കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ്. Slowly, gently, the exhausted musician laid his tempura on the carpet. The exquisite strains of Rag Darbar still vibrated within the hall. Emperor Akbar looked up, his eyes lit with admiration. "Wonderful," he said. "Superb. I listen to you every day, but I can't seem to have enough." What is happening? Who are the main characters? Where is the story took place? എവിടെയാണ് കഥ നടക്കുന്നത്? ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? കണ്ടുപിടിക്കാൻ സാധിച്ചോ നിങ്ങൾക്ക്? നമുക്ക് ഒരിക്കൽ കൂടി പാരഗ്രാഫിലേക്ക് പോകും. Slowly, gently, the exhausted musician laid his tempura on the carpet. What do you mean by tempura? നമ്മൾ മലയാളത്തിലെ തമ്പുരു എന്ന് പറയുന്ന ഒരു വാദ്യോപകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തമ്പുരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തമ്പുരു വളരെ ലെങ്തില് ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ട് മീട്ടുന്ന തമ്പുരുവാണ്. അപ്പോൾ സ്ലോലി, വളരെ പതുക്കെ പതുക്കെ the exhausted musician, exhausted എന്ന് പറഞ്ഞാൽ ക്ഷീണിതനായ, ടയേർഡായ. exhausted means tired. ക്ഷീണിതനായ മ്യൂസീഷ്യൻ, പാട്ടുകാരൻ എന്ത് ചെയ്തു? laid his tempura on the carpet. laid, താഴെ വെച്ചു. എന്താണ് താഴെ വെച്ചത്? അദ്ദേഹത്തിന്റെ തമ്പുരു ഒരുപാട് നേരം മ്യൂസിക് വായിച്ച് ക്ഷീണിച്ച നമ്മുടെ മ്യൂസീഷ്യൻ അദ്ദേഹത്തിന്റെ തമ്പുരു കാർപ്പറ്റിലേക്ക് വെച്ചു. The exquisite strains of Rag Darbar still vibrated within the hall. The exquisite means beautiful, അല്ലേ? മനോഹരമായ the strains of Rag Darbar. ഒരുപാട് രാഗങ്ങളുണ്ട് മ്യൂസിക്കിൽ, അല്ലേ? മായ മൗളവ രാഗം എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലേ? ശങ്കരാഭരണം എന്ന് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് രാഗങ്ങൾ മ്യൂസിക്കിലുണ്ട്. ആ രാഗങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ മ്യൂസിക്കും ചിട്ടപ്പെടുത്തുന്നത്. അപ്പൊ ദർബാരി രാഗത്തിലുള്ള അദ്ദേഹം ജസ്റ്റ് ഇപ്പോൾ ആലപിച്ച് നിർത്തിയ ആ ദർബാരി രാഗത്തിലുള്ള ആ ഒരു മനോഹരമായ ആ ഒരു ഗാനത്തിന്റെ വൈബ്രേഷൻ, അലയടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന്റെ വൈബ്രേഷൻസ് ഇപ്പോഴും ആ ഹാളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള സംഗീതമാണ് ഇദ്ദേഹം ആലപിച്ചത്. Emperor Akbar looked up. ഇത് ആരാണ് കേട്ടിരുന്നത്? എംപറർ അക്ബർ. എവിടെയാണ് ഈ സംഗീതം വായിച്ചുകൊണ്ടിരുന്നത്? അക്ബർ ചക്രവർത്തിയുടെ രാജധാനിയിലാണ് ഈ മ്യൂസിക് പ്ലേ ആയത്. He looked up, മുകളിലേക്ക് നോക്കി. എന്തുകൊണ്ടാണ്? His eyes lit with admiration. അഡ്മിറേഷൻ എന്നുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണത്? കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ദാസയുടെ ചാപ്റ്ററിൽ പഠിച്ചു. അഡ്മിറേഷൻ, ആരാധന. ആരാധനയോടുകൂടി അദ്ദേഹത്തിന്റെ കണ്ണുകള് തിളങ്ങി എന്നാണ് പറയുന്നത്. ആരുടെ? അക്ബർ ചക്രവർത്തി. Wonderful, he said. ഗംഭീരമായിരിക്കുന്നു. Superb. I listen to you every day, but I can't seem to have enough. എല്ലാ ദിവസവും താങ്കളുടെ മനോഹരമായ ഈ സംഗീതം ഞാൻ ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും അത് മതിയായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Tansen the musician bowed in silent gratitude. അപ്പോൾ ആരാണ് ഈ മ്യൂസീഷ്യൻ? Yes, Tansen. So what is the name of the musician? Tansen. അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ മ്യൂസീഷ്യൻ ആയിരുന്നു ടാൻസൻ. അദ്ദേഹമാണ് ഇത്ര മനോഹരമായുള്ള രാഗം ആലപിക്കുന്നത്. Bowed in silent gratitude. നന്ദിയോടുകൂടി നിശബ്ദമായി അദ്ദേഹത്തിന്റെ നന്ദി തല കുനിച്ചുകൊണ്ട് അദ്ദേഹം അറിയിച്ചു. I think you have the most wonderful voice in the world, said Akbar. അക്ബർ പിന്നെയും തുടരുകയാണ്. താങ്കൾക്കാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ശബ്ദമുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. അക്ബർ ചക്രവർത്തി പറയാണ്. But I don't, ഷഹൻഷാ. മുസ്ലിം രാജവംശത്തിലുള്ള ചക്രവർത്തിമാരെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക. ഷഹൻഷാ എന്നാണ് പറയുക, അല്ലെ? എന്റേതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആരുടെയാണ്? But I don't, എന്റെ അല്ല ഷഹൻഷാ, said Tansen with a smile. ഒരു പുഞ്ചിരിയോടുകൂടി ടാൻസൻ പറഞ്ഞു.
There is someone who sings far better than I do. Far better than I do. ഞാൻ ആലപിക്കുന്നതിനേക്കാളും ഞാൻ പാടുന്നതിനേക്കാളും മനോഹരമായി പാടുന്ന മറ്റൊരു വ്യക്തി കൂടി ഈ ലോകത്തുണ്ട് ഷെഹൻഷാ എന്നാണ് താൻസൻ അക്ബർ ചക്രവർത്തിയെ ഓർമ്മിപ്പിക്കുന്നത്. Really? ശരിക്കും? Cried the disbelieving Akbar. Cried, കരഞ്ഞു എന്നല്ല, വിശ്വസിക്കാനാവാതെ കുറച്ച് ഉച്ചത്തിൽ തന്നെയാണ് അദ്ദേഹം അത് ചോദിച്ചത്. ശരിക്കും താങ്കളെക്കാൾ ഭംഗിയായി ആലപിക്കുന്ന മറ്റൊരു സംഗീതജ്ഞനോ എന്ന അത്ഭുതത്തോടു കൂടി അക്ബർ ചക്രവർത്തി ചോദിച്ചു. Then I must have him sing in my court. എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെ കൊണ്ട് എന്റെ ഈ രാജധാനിയിൽ ഞാൻ പാടിപ്പിക്കും. Can you arrange it? താങ്കൾക്ക് അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് പാടിപ്പിക്കാൻ സാധിക്കുമോ? താൻസൻ shook his head. shook, ഷെയ്ക്കിന്റെ പാസ്റ്റ് ആണ് shook, തല കുലുക്കി. സമ്മതഭാവത്തോടെയാണോ? അല്ല. എന്താ പറഞ്ഞത്? I'm afraid he will not come soon. സോ എന്നുള്ളതും തൊട്ട് താഴെ നിങ്ങൾക്ക് വായിക്കാം. കണ്ടോ? എ റെസ്പെക്ട് ഫോം ഓഫ് അഡ്രസ് ടു കിങ്. ഒരു രാജാവിനെ റെസ്പെക്റ്റോട് കൂടി അഭിസംബോധന ചെയ്യാനാണ് സർ എന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഭയമുണ്ട് അങ്ങയോട് ഇത് പറയുന്നതിൽ, എനിക്കത് അറേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, അല്ലയോ അവിടെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ താൻസൻ പറയാം. Then what? Not even if he hears that the emperor himself summoned him? എന്ത്? ഒരു രാജാവ് തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ സമ്മണ്ട് എന്ന് പറഞ്ഞാൽ ഹാജരാവുക അല്ലെങ്കിൽ കൽപ്പിക്കുക എന്നൊക്കെ പറയാം അല്ലെ. രാജാക്കന്മാരെ കൽപ്പിക്കുകയാണ് ചെയ്യാം. ഒരു രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ പോലും ഇവിടെ വന്ന് പാടാൻ അത്രയ്ക്ക് ധൈര്യമുള്ള, പാടാൻ കഴിയില്ല എന്ന് പറയുന്ന അത്രയ്ക്ക് ധൈര്യമുള്ള ഒരു സംഗീതജ്ഞനും രാജാവിന് അത്ഭുതമായി ഇങ്ങനെ പറഞ്ഞപ്പോ, നോ നോട്ട് ഈവൻ ദെൻ, ഇല്ല രാജാവേ, അങ്ങ് കൽപ്പിച്ചാൽ പോലും അദ്ദേഹം ഇവിടെ വന്ന് പാടില്ല എന്നാണ് താൻസൻ പറഞ്ഞത്. His reply could have enraged any other emperor. Enraged, ദേഷ്യത്തിലാക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു മറുപടി ബാക്കി ഏതെങ്കിലും ഒരു രാജാവായിരുന്നെങ്കിൽ ദേഷ്യത്തിലായേനെ. പക്ഷെ അക്ബർ ചക്രവർത്തി അങ്ങനെയാണോ ചെയ്തത്? നമുക്ക് നോക്കാം. But Akbar was different. അക്ബർ വ്യത്യസ്തനായിരുന്നു. Very well, ഉസ്താദ്ജി. അതും ഒരു ആദരപൂർവ്വം പറയുന്ന ഉസ്താദ്ജി. അങ്ങനെയാണെങ്കിൽ ശരി. Smiling into Tansen's half scared eyes. ഇതൊക്കെ പറയുമ്പോഴും താൻസൻ പേടിയോടുകൂടിയാണ് പറയുന്നത്. താൻസന്റെ പേടിയോട് കൂടിയുള്ള ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അക്ബർ ചക്രവർത്തി പറഞ്ഞു, If he does not come, I shall go to him myself. അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിനെ കണ്ടോളാം. Will you take me to him? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്നെ നിങ്ങൾ കൊണ്ടുപോവില്ലേ? Yes, sure, provided you do not come as the emperor of Hindustan. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു. എന്താണ് ആ കണ്ടീഷൻ? എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ, ഹിന്ദുസ്ഥാന്റെ ചക്രവർത്തിയുടെ രൂപത്തിൽ അങ്ങ് ഒരിക്കലും അദ്ദേഹത്തിന്റെ മുമ്പിൽ വരരുത് എന്നാണ് അദ്ദേഹം ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചത്. ഐ ഷാൽ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. ആ കണ്ടീഷനും നമ്മുടെ രാജാവ് അംഗീകരിച്ചു. എന്താണ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സംഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ ഞാൻ വരാൻ തയ്യാറാണ്. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? അക്ബർ ചക്രവർത്തിക്ക് സംഗീതത്തിനോടുള്ള ആരാധനയാണ്. This shows the great admiration of Emperor Akbar towards music. അല്ലേ? അദ്ദേഹത്തിന്റെ ആരാധനയാണ് ഇത് കാണിക്കുന്നത്. And what is the condition made by Tansen before Akbar? അക്ബറിന്റെ മുമ്പിൽ എന്ത് കണ്ടീഷനാണ് താൻസൻ വെച്ചത്? Please don't come as in the form of Emperor Akbar of Hindustan. അല്ലെ? ഹിന്ദുസ്ഥാൻ എംപറർ അക്ബറിന്റെ രൂപത്തിൽ താങ്കൾ ഒരിക്കലും അദ്ദേഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അക്ബർ agreed the condition and he said he will go as a simple lover of music. അല്ലെ? ശരി. Sant Haridas was the man Tansen had spoken of. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ സംഗീതജ്ഞൻ ആരാന്നറിയോ? സന്ത് ഹരിദാസ്. സന്ത് ഹരിദാസിനെ കുറിച്ചാണ് താൻസൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. So who are the three main characters in the story? Emperor Akbar, Tansen and Sant Haridas. Who was this Sant Haridas? We can check. He had been Tansen's music teacher and he lived the austere life of a hermit. Who was Sant Haridas?
Yes, Sant Haridas was the guru of Tansen. താൻസന്റെ ഗുരുവായിരുന്നു ആര്? സന്ത് ഹരിദാസ് അല്ലെ. ഗുരു, നമ്മുടെ ഗുരുകുല സമ്പ്രദായത്തിലും ടീച്ചർ എന്നുള്ള വാക്കിനേക്കാളും ഗുരു എന്ന വാക്കാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സന്ത് ഹരിദാസ്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഹി ലെഡ് എ ലൈഫ് ഓഫ് എ ഹെർമിറ്റ്. എന്താണ് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ? സന്യാസി. സന്യാസിയുടേതുപോലെയുള്ള ഓസ്റ്റിയർ ലൈഫ്. എന്താണ് ഓസ്റ്റിയർ ലൈഫ്? സിമ്പിൾ ലൈഫ്. ആ വാക്കിന്റെ അടിയിൽ വരച്ചോളൂ. നമുക്ക് സന്ത് ഹരിദാസിന്റെയും ഇവരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് എക്സാമിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് താൻസൻ ആൻഡ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് സന്ത് ഹരിദാസ്. അതുകൊണ്ട് ഈ വാക്കുകളെല്ലാം പ്രധാനപ്പെട്ടതാണ്. അടിയിൽ വരച്ച് അർത്ഥങ്ങളൊക്കെ കയ്യോടെ എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പോ who was Sant Haridas? Sant Haridas was the guru of Tansen and he led the life of a hermit. He led an austere life of a hermit. സന്യാസിയുടേതായിട്ടുള്ള ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ സന്ത് ഹരിദാസ് നയിച്ചിരുന്നത്. When Tansen and the emperor reached his hut, he was busy with his daily course. Daily course എന്ന് പറഞ്ഞാൽ ദൈനംദിന പ്രവർത്തികൾ അല്ലെ, ദിനചര്യകൾ എന്നൊക്കെ പറയും. അപ്പോൾ സന്ത് ഹരിദാസിന്റെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും എത്തിയപ്പോൾ, ആരൊക്കെ? അക്ബർ ചക്രവർത്തിയും താൻസനും എത്തിയപ്പോൾ തന്റെ ദിനചര്യകളിൽ ബിസി ആയിരുന്നു സന്ത് ഹരിദാസ്. When they asked him to sing, he smiled, but he said firmly, "I'm long past the age for singing." ഒരുപാട് കാലായി. ഇവർ വന്നതിന് ശേഷം ഗുരുവിനോട് ഒരു പാട്ട് പാടാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പാട്ട് പാടിയോ? I'm long past the age for singing. ഞാൻ ഒരുപാട് കാലമായി സംഗീതം പാടിയിട്ടൊക്കെ ഒരുപാട് കാലമായി, ഞാൻ അതിനുള്ള ഏജൊക്കെ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഈവൻ ഹിസ് ഫേവറേറ്റ് പ്യൂപ്പിൾ. എന്താണ് പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ? പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. അപ്പോൾ നമ്മുടെ സന്ത് ഹരിദാസിന്റെ പ്രിയ ശിഷ്യനായിരുന്നു ആര്? താൻസൻ. തന്റെ പ്രിയ ശിഷ്യന് കൂടി അദ്ദേഹത്തിനെ പെർസ്വേഡ് ചെയ്യാൻ സാധിച്ചില്ല. എന്താണ് പെർസ്വേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? സ്വാധീനിക്കുക. തന്റെ പ്രിയ ശിഷ്യൻ ആവശ്യപ്പെട്ടിട്ട് കൂടി അദ്ദേഹം പാടാൻ തയ്യാറായില്ല. പ്രിയ ശിഷ്യന് കൂടി അദ്ദേഹത്തെ സ്വാധീനിക്കാൻ സാധിച്ചില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. But Tansen knew how to get round him. പക്ഷെ താൻസൻ അറിയാം തന്റെ ഗുരുവിനെ എങ്ങനെ തന്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന്. He offered to sing before his guru. തന്റെ ഗുരുവിന്റെ മുമ്പിൽ പാട്ടുപാടാനായിട്ട് ആരംഭിച്ചു. ആര്? താൻസൻ. And he made a deliberate mistake. Deliberate എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി അല്ലെ, മനഃപൂർവ്വം ഒരു മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആലപിച്ചത്. That's not the right note, Tansen, cried his teacher amazed. What has happened to you? കരുതിക്കൂട്ടി തന്റെ ശിഷ്യൻ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പാടുന്നത് കേട്ടപ്പോൾ ഗുരുവായ നമ്മുടെ സന്ത് ഹരിദാസിന് സഹിക്കാൻ സാധിച്ചില്ല. He cried. കരഞ്ഞു എന്നല്ല അർത്ഥം, ഉച്ചത്തിൽ പറഞ്ഞു. That not the right note, Tansen. ഇങ്ങനെയല്ല ഒരു സംഗതി പാടേണ്ടത്, ഇങ്ങനെയല്ല അതിന്റെ നോട്ട് വരേണ്ടത്. Amazed, അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ഇത്രയും തന്റെ പ്രിയ ശിഷ്യൻ ഇങ്ങനൊരു തെറ്റ് വരുത്തുകയും. What has happened to you? എനിക്ക് എന്താണ് സംഭവിച്ചത്? Tansen did not seem to understand his teacher. പക്ഷേ തന്റെ ടീച്ചർ പറഞ്ഞത് മനസ്സിലാവാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് താൻസൻ വീണ്ടും ആ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരുന്നു. He made the same mistake again. വീണ്ടും വീണ്ടും ആ മിസ്റ്റേക്ക് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. Exasperated, അതിൽ വിഷമിച്ചുകൊണ്ട് സന്ത് ഹരിദാസ് took the tempura from Tansen's hand. താൻസന്റെ കയ്യിൽ നിന്നും ആ തമ്പുരു വാങ്ങിച്ചുകൊണ്ട് and sang the right note. ശരിയായ നോട്ട് സംഗീതം ആലപിക്കാനായി. Then he went on to the next and the next. കുട്ടികളൊരു സംശയം ചോദിച്ചാൽ അത് തീർത്തു കൊടുക്കുക എന്നുള്ളത് അധ്യാപകന്റെ കർത്തവ്യമാണ്. തന്റെ ശിഷ്യൻ ഏറ്റവും മികച്ചവനാവണം എന്നുള്ളതാണ് ഏതൊരു അധ്യാപകന്റെയും ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം. തന്റെ കുട്ടി ഒരു തെറ്റ് വരുത്തിയപ്പോൾ അവന് മനസ്സിലാവാൻ വേണ്ടി തന്റെ മുൻപുണ്ടായിരുന്ന പിടിവാശിയെല്ലാം ഉപേക്ഷിച്ച് തെറ്റ് തിരുത്തി കൊടുക്കുകയായിരുന്നു അവർ ചെയ്തത്. ഇത് തന്നെയായിരുന്നു ആർക്കും വേണ്ടിയിരുന്നത്? എംപറർ അക്ബർക്കും താൻസനും വേണ്ടിയിരുന്നത്. അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തന്റെ ശിഷ്യന് വേണ്ടി അദ്ദേഹം പാടിക്കൊണ്ടിരുന്നു.
The melody of his voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. അദ്ദേഹത്തിന്റെ മ്യൂസിക് എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്. അടിയിൽ വരച്ചോളൂ, നമുക്ക് ആവശ്യം വരും അത്. The melody of his voice, അദ്ദേഹത്തിന്റെ ആ വോയിസിലെ ആ മെലഡി, ആ സംഗീതം, spread across the forest. അദ്ദേഹം കാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് അല്ലെ. ഒരു സന്യാസിയൊക്കെ അങ്ങനെയാണ് തപസ്സൊക്കെ അനുഷ്ഠിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ആ കാട്ടിൽ മുഴുവനും അദ്ദേഹത്തിന്റെ സംഗീതം പരന്നു എന്നാണ് പറയുന്നത്. ഏതുപോലെ? ലൈക്ക് ദ ഫസ്റ്റ് ഗ്ലിമ്മർ ഓഫ് ഡോൺ. ഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? DAWN, ഡോൺ, പ്രഭാതം. ഗ്ലിമ്മർ, ആദ്യ പ്രകാശം. സൂര്യൻ, അതായത് പ്രഭാതത്തിലെ ആദ്യ കിരണം എങ്ങനെയാണോ ഭൂമിയിൽ പരക്കുന്നത്, അതേപോലെ അദ്ദേഹത്തിന്റെ സംഗീതം ആ കാട് മുഴുവനും പരന്നു എന്നാണ് പറയുന്നത്. അതുപോലെ വേറൊരു ഉപമയും കൂടി ഉണ്ടല്ലോ. ഓ ദ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ, മുല്ലപ്പൂവിന്റെ സുഗന്ധം ആ പ്രദേശം മുഴുവൻ പരക്കുന്നത് പോലെ, പ്രഭാത സൂര്യന്റെ പ്രകാശം ആ സ്ഥലം മുഴുവൻ പ്രകാശിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ മനോഹരമായ ശബ്ദം, സംഗീതം ആ കാട് മുഴുവനും പരന്നു. ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ. Both Akbar and Tansen listened to him as if they were hypnotized, and Emperor realized that Tansen had spoken the truth. അക്ബറും താൻസനും ഹിപ്നോട്ടൈസ് ആയ പോലെ, ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അല്ലെ. ഒരു പ്രത്യേക സ്തബ്ധരായി നിന്ന് പോയി. അത്രയും മനോഹരമായിട്ടുള്ള സംഗീതമാണ് സന്ത് ഹരിദാസിന്റെ ശബ്ദത്തിലൂടെ പുറത്തു വന്നത്. ഹിപ്നോട്ടൈസ് ആയതുപോലെ അവർ ആ മ്യൂസിക്കിൽ ലയിച്ചു നിന്നു എന്നാണ് പറയുന്നത്. And he realized Tansen had spoken. Emperor realized. Emperor തിരിച്ചറിഞ്ഞു. എന്താണ് തിരിച്ചറിഞ്ഞത്? Tansen was right. Tansen പറഞ്ഞത് ശരിയാണ് എന്ന് Emperor അക്ബർക്ക് മനസ്സിലായി. He had not known that music would be like this. മ്യൂസിക് ഇങ്ങനെയും ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ഒരിക്കലും അറിയില്ലായിരുന്നു. He had certainly never heard anything like it before. ഇതുപോലെ ഒരു ശുദ്ധ സംഗീതം അദ്ദേഹം ഇതുവരെ കേട്ടിട്ടേയില്ലായിരുന്നു. As they walked back, ഇതെല്ലാം കഴിഞ്ഞ് ഗുരുവിനോട് യാത്ര പറഞ്ഞ് ഇവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്ന വഴി, walked back, തിരിച്ചു പോകുന്ന വഴി, the emperor suddenly broke the silence. എംപറർ അത്രയും നേരം നിശബ്ദരായി നടന്നു പോവാണ്. അവർ രണ്ടുപേരും ആ സംഗീതത്തിൽ അലിഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് ആ സൈലൻസ് ബ്രോക്ക് ചെയ്തത്, നിശബ്ദത വിച്ഛേദിച്ചത്, അല്ലെങ്കിൽ ആ സൈലൻസ് ബ്രോക്ക് ചെയ്തത് ആരാണ്? എംപറർ. അദ്ദേഹം എന്താ ചോദിച്ചത്? Why can't you sing like him, ഉസ്താദ്ജി? എന്തുകൊണ്ടാണ് താങ്കൾക്ക് തന്റെ ഗുരുവിന്റെ അത്ര മനോഹരമായി പാടാൻ സാധിക്കാത്തത്? താൻസൻ സ്മൈൽ. താൻസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷഹൻഷാ, I sing at your command. ഞാൻ നിങ്ങളുടെ ആജ്ഞപ്രകാരമാണ് പാടുന്നത്. The command of the emperor of Hindustan. ഹിന്ദുസ്ഥാന്റെ എംപററുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ് ഞാൻ പാടുന്നത്. But Guruji sings for one who is the king of kings. പക്ഷേ എൻ്റെ ഗുരു പാടുന്നത് king of kings, രാജാക്കന്മാരുടെയും രാജാവ്. അതായത് ദൈവത്തിൽ സ്വയം സമർപ്പിച്ച അദ്ദേഹം ദൈവങ്ങൾക്ക്, അദ്ദേഹം ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ സംഗീതമൂർത്തികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പാടുന്നത്. ഒരു കമാൻഡുകളില്ലാതെ, ഒരാളുടെയും ആജ്ഞപ്രകാരമില്ലാതെ അദ്ദേഹത്തിന്റെ ആത്മാവിൽ നിന്നും വരുന്ന ശുദ്ധ സംഗീതമാണ് താങ്കൾ ഇപ്പോൾ കേട്ടത്. But Guruji sings for one who is the king of kings. His music springs from the depth of his soul. Soul, ആത്മാവ്, spring out. അദ്ദേഹത്തിന്റെ ആത്മാവിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ മ്യൂസിക് വരുന്നത്. അത്രയും ലയിച്ചാണ് അദ്ദേഹം പാടുന്നത്. ഫ്രീ ആൻഡ് അൺആസ്ക്ഡ് ഫോർ, ആരും ആവശ്യപ്പെടാതെ സ്വയം ഇഷ്ടപ്രകാരം, ആഗ്രഹപ്രകാരം ഈശ്വരനിൽ ലയിച്ചു കൊണ്ടിരുന്ന പാടുന്നതാണ് അദ്ദേഹത്തിന്റെ സംഗീതം. How can my music hope to reach those heights? അദ്ദേഹത്തിന്റെ ആ സംഗീതത്തിൽ, അദ്ദേഹത്തിന്റെ ആ സംഗീതത്തിന്റെ ആ ഉന്നതിയിൽ എങ്ങനെയാണ് എൻ്റെ ഈ സംഗീതം എത്തിച്ചേരുക? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒപ്പം എനിക്ക് പാടാനായിട്ട് സാധിക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. Hope you all enjoyed this story. Read this chapter twice or thrice. I told you there are many difficult words. Refer the glossary, study the glossary page, underline the difficult word, study the meanings and the spellings. Will you do it? Okay. And also find out the textual questions, the answers for the textual questions. ടെക്സ്റ്റിലെ
ആ ചോദ്യങ്ങൾ ഓരോന്ന് വായിച്ച് അതിൽ ഉത്തരങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്ക് 2-3 പ്രാവശ്യം വായിക്കുക. ഗ്ലോസറി പേജ് നല്ലതുപോലെ വായിക്കുക. അതേപോലെ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ അടിയിൽ വരച്ചിട്ടില്ലേ, അതിന് അർത്ഥവും മുകളിൽ എഴുതിയില്ലേ, അതും അതിന്റെ സ്പെല്ലിങ്ങും അർത്ഥവും കൂടി പഠിക്കുക. Will you do it? So we can meet in our next class. Thank you.